ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ഗെയിനിനോടുകൂടി ഒരു സെഷനായിരുന്നു നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പുതിയ ഹൈയിലേക്ക് പോകുന്നതോറും മാർക്കറ്റ് ആ ഒരു ഹൈയിൽ സ്റ്റേ ചെയ്യാൻ പേടിക്കുന്നു എന്നും കാണാനുണ്ട്. 17,835 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 17,905.7 വരെ ഹൈ പോയി. തുടർന്ന് 17,834.6 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. വിപ്രോ, സിപ്ല, TCS, അൾട്രാടെക് സിമൻസ്, ഇൻഫോസിസ് ഇവരായിരുന്നു നിഫ്റ്റിയിൽ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ IT സെക്ടറും അതേപോലെ തന്നെ ഫാർമ, ഈ ഒരു രണ്ട് സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ നിഫ്റ്റിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്നൊരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണുള്ളത്. ഒരു ഗെയിനോട് കൂടിയുള്ള ഒരു എൻഡിങ് ആയിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ കണ്ട ഒരു പറഞ്ഞൊരു റെസിസ്റ്റൻസ് സോണുകളൊക്കെ 17,800 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് സോണുകളായി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന്. അതിനുശേഷം നല്ലൊരു ഗെയിൻ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിലും ഫോം ചെയ്തൊരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു ട്രെൻഡിൻ്റെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു ഇൻഡിസിസീവ്നെസ് മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അടുത്തൊരു ഡയറക്ഷൻ പറയാനായിട്ടില്ല. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ഹൈ റേഞ്ചിൽ നിലനിൽക്കുന്നതൊന്ന് ഭയക്കുന്നു എന്ന് വേണം കാണാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഏകദേശം 11,900 ആ ഒരു റേഞ്ചിന്, ആ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു അപ് ട്രെൻഡിനുള്ളൊരു സാധ്യതകൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലോ ഏകദേശം 11,790 അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ചെറിയ കറക്ഷനുള്ളൊരു സാധ്യതകൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 11,620 ആ റേഞ്ചുകളിൽ നമ്മൾക്കൊരു സപ്പോർട്ടുകളും ഇപ്പോൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ നിന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മൂവ്മെൻറ്റ് കിട്ടിയതിന് ശേഷം അടുത്തൊരു ഡയറക്ഷൻ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിൻ്റെ ഒരു ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചാലും ഇതിലും അടുത്തൊരു ഹൈ ലെവലിലേക്ക് പോകുന്നതിന് മാർക്കറ്റ് ഭയക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് സോണുകൾ 23,200 എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്തുവെങ്കിലും പിന്നീട് ഒരു കറക്ഷൻ നടന്ന് എൻഡ് ആവുകയാണ് ഉണ്ടായത്. ഫോം ചെയ്തൊരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സ്പിന്നിങ് ടോപ്പ് അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കറക്ഷനുള്ളൊരു സൂചനകളാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കിപ്പോൾ ഉള്ളത്. എന്തായാലും വരുന്ന ദിവസങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഇതിൻ്റെ ഒരു ഹൈ, അതായത് ഏകദേശം 23,430 മുകളിലൊരു ഓപ്പണിംഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ഫോർമേഷൻ നെഗേറ്റ് ആവും. അതല്ല നമ്മൾക്ക് വരുന്ന ദിവസങ്ങളിൽ ഏകദേശം 23,060 താഴേക്ക് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു കറക്ഷനുള്ള ഒരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ SGX നിഫ്റ്റിയും അതേപോലെ തന്നെ ഒന്ന് വാച്ച് ചെയ്യുക. കാരണം നമുക്ക് ഏകദേശം മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വരും ദിവസങ്ങളിൽ ഈ ഒരു ലെവലുകളും നിങ്ങൾ നിഫ്റ്റി ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതേ തുടർന്ന് നമുക്ക് ഏകദേശം മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റ് ഇന്നലെ ഒരു പോസിറ്റീവ് എൻഡിംഗ് ആയിരുന്നു. നാസ്ഡാക്ക് 210 പോയിൻറ്റ്സ് ഗെയിനോട് കൂടിയായിരുന്നു എൻഡായത്. ഇന്നത്തെ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇന്നലെ നമ്മൾ പറഞ്ഞതായിരുന്നു ട്രംപ് അടുത്തൊരു സ്റ്റിമുലസ് പാക്കേജിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻസ് എല്ലാം ഇലക്ഷൻ തീരുന്നത് വരെ നീട്ടിവെച്ചു എന്നുള്ളത്. പക്ഷേ അദ്ദേഹം വീണ്ടും ഒരു ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്തായിരുന്നു. അതായത് സ്റ്റിമുലസ് പാക്കേജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നെഗോഷിയേറ്റ് ചെയ്യാൻ വീണ്ടും തയ്യാറാണെന്ന രീതിയിലൊരു ട്വീറ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു മാർക്കറ്റിനൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് എല്ലാവരും എടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം, ഫെഡറൽ റിസർവിൽ നിന്ന് വന്ന അപ്ഡേറ്റുകൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ട് ബൈയിങ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ സാധിക്കും, ഒരു പരിധിവരെ നമുക്ക് സാധിക്കുമെങ്കിലും ഒരു സ്റ്റിമുലസ് പാക്കേജ് ഇപ്പോൾ US മാർക്കറ്റിന് വളരെ അത്യാവശ്യമാണ് എന്ന രീതിയിലാണ് ഫെഡറൽ റിസർവ് ഒക്കെ അവരുടെ ഭാഗത്തുനിന്ന് വന്ന അപ്ഡേറ്റുകളിൽ പറയുന്നത്. അതുമാത്രമല്ല ജോബ്ലെസ് ക്ലെയിം ഡാറ്റയും ഒരു നല്ല ലെവലിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റിമുലസ് പാക്കേജ് വളരെ അത്യാവശ്യമാണ് എന്ന രീതിയിലാണ് ഫെഡറൽ റിസർവിൽ നിന്ന് വന്ന അപ്ഡേറ്റുകളിൽ പറയുന്നത്. ഇനി യൂറോപ്യൻ മാർക്കറ്റിൽ വരുമ്പോൾ ഇന്നും എല്ലാം ഒരു പോസിറ്റീവ് മൂഡിലാണ് കണ്ടുവരുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ ഒരു മിക്സഡ് ട്രെൻഡ് കണ്ടുവരുന്നുണ്ട്. SGX നിഫ്റ്റി ബോർഡറിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിലൊരു വർധനവ് വന്നിട്ടുണ്ട്. രൂപയുടെ മൂല്യം ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് വീണ്ടും ചെറിയൊരു കറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. 10 പൈസ ഇടിഞ്ഞ് 73.24 ഇന്ന് രൂപയുടെ മൂല്യം ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FIIൻ്റെ ഭാഗത്തുനിന്ന് ഇന്നൊരു 978 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് 19 കോടി 20 കോടിക്ക് അടുത്തുള്ളൊരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. FII കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നല്ലൊരു പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും മാർക്കറ്റിനൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് കാണാനുള്ളത്. ഇനി അടുത്തായിട്ട് കുറച്ച് സ്റ്റോക്കുകൾ അനാലിസിസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അപ്പോളോ ഹോസ്പിറ്റൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും നല്ലൊരു ബുള്ളിഷ് സിഗ്നലാണ് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നത്. ഒരു കറക്ഷൻ്റെ ഒരു സാധ്യതകൾ ഇപ്പോഴും നമ്മൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹോൾഡിംഗ് തുടരാവുന്നതാണ്. നമുക്ക് അടുത്തൊരു റിവേഴ്സിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്.
ഫ്രഷ് എൻട്രികൾ നിങ്ങളത് നല്ലൊരു അനലൈസ് ചെയ്തതിന് ശേഷം എൻട്രികൾ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ഒരു ഓവർബോട്ട് റീജിയനിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അതുപോലെ തന്നെ ലോറസ് ലാബിൻ്റെ ഒരു ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചാലും ഇതിലും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് ആണ് കാണാനുള്ളത്. നമുക്ക് ഇന്നും കഴിഞ്ഞ ഒരു 4 ദിവസങ്ങളായിട്ട് നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് ഈ ഒരു സ്റ്റോക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ ഏകദേശം 343-44 മുകളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെങ്കിൽ ലോറസ് ലാബിൽ നമുക്കൊരു എൻട്രിക്കുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. എന്നിരുന്നാലും ഓവർബോട്ട് റീജിയനിലാണ് ട്രേഡ് ആകുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി അടുത്തായിട്ട് ആർത്തി ഡ്രഗ്സിൻ്റെ ഡെയിലി ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചാൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ പ്ലോട്ട് ആയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 8% മുകളിൽ ഒരു ഗെയിൻ ആയിരുന്നു ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല നമ്മൾ ഇന്നലെ പറഞ്ഞതായിരുന്നു അതിൻ്റെ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് ഹൈനെ ബ്രേക്ക് ചെയ്താണ് ഇന്നലെ എൻഡ് ആയതെന്നുള്ളത്. ഇന്ന് അതിനുശേഷം നല്ലൊരു ഗെയിനാണ് ഈ ഒരു സ്റ്റോക്കിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വോൾട്ടൈൽ ട്രേഡ് ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഓവർബോട്ട് റീജിയനിലാണ് ട്രേഡ് ആകുന്നത് എന്നുള്ളതൊന്നും ഈ ഒരു സ്റ്റോക്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി അടുത്തായിട്ട് കുറച്ച് ഷോർട്ട് ടൈമിലേക്ക് പോസിബിലിറ്റി കൊടുക്കുന്ന ഒരു കുറച്ച് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും ഒരു ബുള്ളിഷ് സിഗ്നൽസ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ചെറിയൊരു ഷോർട്ട് ടൈമിലേക്കുള്ളൊരു പോസിബിലിറ്റി വരുന്നതായിട്ട് കാണാനുണ്ട്. ഏകദേശം 2166 മുകളിൽ നമുക്കൊരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഷോർട്ട് ടൈമിലേക്ക് അല്ലെങ്കിൽ സ്വിങ്ങിലേക്കുള്ളൊരു പോസിബിലിറ്റി ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാരതി ഇൻഫ്രാടെലിലും ഒരു സ്വിംഗ് ട്രേഡിങ്ങിലൊരു ഒരു ഷോർട്ട് ടൈമിലേക്കുള്ളൊരു പോസിബിലിറ്റി വരുന്നതായിട്ടാണ് കാണാനുള്ളത്. പ്രീവിയസ് ഹൈയിൽ നിന്നുള്ളൊരു ബ്രേക്കൗട്ടുകൾ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഏകദേശം 192 മുകളിൽ നമുക്കൊരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് ഏകദേശം 213, അതുപോലെ തന്നെ തുടർന്ന് 235-40 ആ റേഞ്ചുകളിലാണ് നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ടൈമിലേക്കുള്ളൊരു പോസിബിലിറ്റി ഭാരതി ഇൻഫ്രാടെലിലും കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളൊന്ന് ട്രാക്ക് ചെയ്തതിന് ശേഷമുള്ള എൻട്രികൾ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് ഈ ഒരു 2 സ്റ്റോക്കിലും. ഇനി അതുപോലെ തന്നെ PNB ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഒരു ബ്രേക്കൗട്ടുകൾ നടന്നിട്ടുണ്ട്. പ്രീവിയസ് ഹൈയിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്ന ദിവസങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഈ ഒരു പ്രീവിയസ് ഹൈയിൽ നിന്നൊരു വരുന്ന ദിവസങ്ങളൊരു അതിന് മുകളിലൊരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ഏകദേശം 355 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് PNB ഹൗസിംഗ് ഫിനാൻസിലും ഒരു ഓപ്പണിങ്ങിനുള്ള ഒരു ട്രേഡിങ്ങിനുള്ള പോസിബിലിറ്റി കണ്ടെത്താവുന്നതാണ്. ഇനി അടുത്തായിട്ട് പെർസിസ്റ്റൻറ്റ് സിസ്റ്റം ഇവരുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് റിവേഴ്സൽ വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്ന ദിവസങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് ഒരു ഏകദേശം 1341 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ 1386 റേഞ്ചിലാണ് അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകൾ പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തിൽ നിലനിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഇവരുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലും ഒരു ബുള്ളിഷ് സിഗ്നൽസ് ആണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലുള്ളത്. ഒരു പ്രീവിയസ് ഹൈൻ്റെ അടുത്താണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഏകദേശം ഒരു 927 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ട്രേഡിങ്ങിനുള്ള പോസിബിലിറ്റി നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇനി അതുമാത്രമല്ല സിപ്ലയിലും ഒരു പ്രീവിയസ് ഹൈൻ്റെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിഫ്റ്റിയിൽ നല്ലൊരു ഗെയിൻ കൊടുത്ത സ്റ്റോക്കും ഇവരായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യുക. സ്റ്റോക്കിന് ഏകദേശം 815-16 മുകളിൽ ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് സിപ്ലയിലും ഒരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ബർജർ പെയിൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഒരു ബുള്ളിഷ് സിഗ്നൽ ആയിരുന്നു ഇന്ന് പ്ലോട്ട് ആയിട്ടുള്ളത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡോജിൻ്റെ ഹൈക്ക് മുകളിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇന്ന് അതിന് മുകളിൽ ഓപ്പണിംഗ് ആയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ന് ഫോം ചെയ്തൊരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലുള്ള ഒരു സൂചനകളാണ് ഈ ഒരു സ്റ്റോക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്ന ദിവസങ്ങൾ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഒരു റിവേഴ്സലിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. വിപ്രോയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പിന് ശേഷമുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ. ഷെയർ ബൈബാക്കിൻ്റെ ഒക്കെ അനൗൺസ്മെൻറ്റുകളൊക്കെ വന്നതായിരുന്നു പ്രധാന കാരണമായിട്ട് നിന്നത്. IT സെക്ടറും നല്ലൊരു ബുള്ളിഷ് ട്രെൻഡിലായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പോടുകൂടി ഓപ്പണിംഗ് ആയിരുന്നു. ഒരു ഫ്രഷ് എൻട്രി നമ്മൾക്ക് ഒരു പോസിബിൾ ആണോ എന്നുള്ളത് ഉറപ്പില്ല. കാരണം RSI ഇൻഡിക്കേറ്ററിലേക്ക് ഒരു ഓവർബോട്ട് റീജിയനിൽ ഒരു ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും നിങ്ങളൊരു പ്രോഫിറ്റിലേക്കാണ് നിലനിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ ഒരു ട്രെൻഡൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം ഒരു റിവേഴ്സൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് മാർക്കറ്റ് നാളെ ഒരു ഫേവറബിൾ ആയിട്ടല്ല പോകുന്നതെങ്കിൽ ഒരു സെല്ലിംഗ് സൈഡിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ആദ്യമേ തന്നെ മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിവേഴ്സലിൻ്റെ കൺഫർമേഷൻ നമുക്ക് ഇന്ന് കിട്ടി. ഇന്നലെ നമ്മളൊരു റിവേഴ്സലിൻ്റെ സൂചനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അതൊരു കൺഫർമേഷൻ തരുന്ന രീതിയിലാണ് ഇന്നത്തെ പാറ്റേൺ ഫോർമേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ നാളെ മാർക്കറ്റ് ഒരു സെല്ലിംഗ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ മുത്തൂറ്റ് ഫിനാൻസിനെയും അതുപോലെ തന്നെ ടാറ്റ കൺസ്യൂമർ, ദീപക് നൈട്രേറ്റ്, ITC, അഡ്വാൻസ്ഡ് എൻസൈം ഈ ഒരു സ്റ്റോക്കുകൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ടാറ്റ കൺസ്യൂമറിലും നമ്മൾക്കൊരു ബിയറിഷ് ക്യാൻഡിൽസ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലുള്ളത്. ഒരു ഡിസീസുമായിട്ട് നിന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ തരുന്ന രീതിയിലാണ്
പാറ്റേൺ ഫോർമേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ നാളത്തെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് വാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റോക്കുകളെയും നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ദീപക് നൈട്രേറ്റിലും നമ്മൾക്ക് ഒരു കൺഫർമേഷൻ തരുന്ന രീതിയിലാണ് പാറ്റേൺ ഫോർമേഷൻ ഉള്ളത്. ആ ഒരു പ്രീവിയസ് സപ്പോർട്ട് സോണുകളെല്ലാം ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അടുത്തൊരു സപ്പോർട്ട് സോണുകളായിട്ട് ഏകദേശം 675 റേഞ്ചുകളിലാണ് നമ്മൾക്കിപ്പോൾ ദീപക് നൈട്രേറ്റിൽ നിലനിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ ITCയിലും തുടർച്ചയായിട്ടുള്ളൊരു ബിയറിഷ് ക്യാൻഡിൽസ് ആണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു നാളെയും ഒരു സെല്ലിംഗ് സൈഡിലേക്കുള്ള സാധ്യതകൾ ITCയിൽ നിലനിൽക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് എൻസൈമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബിയറിഷ് റിവേഴ്സൽ ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കൺഫർമേഷൻ ഇല്ല, എന്നാലും ഒരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ആയിട്ടുള്ളത്. ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഉണ്ട്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു 343 താഴേക്ക് ഒരു ഓപ്പണിംഗ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സ്റ്റോക്കിലും ഒരു സെല്ലിംഗ് സൈഡിലേക്കുള്ള ഒരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. ഇതിന് പുറമെ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കുകളോട് അനലൈസ് ചെയ്യുക. മദേഴ്സ് ആൻഡ് സുമി, എംഫസിസ്, ഈ ഒരു 2 സ്റ്റോക്കുകളിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സിഗ്നൽസ് ആണ് കാണാനുള്ളത്. വരുന്ന ദിവസങ്ങളിൽ ഒരു ബ്രേക്ക്ഔട്ടുകൾ നടന്നു കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് കുറച്ച് മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു വർഷം ഏറെ കൊട്ടിഘോഷിച്ചൊരു വാർത്തയായിരുന്നു LICൻ്റെ IPO. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വരവ് ഇനിയും വൈകും എന്ന രീതിയിലാണ് ഇന്നത്തെ വന്ന അപ്ഡേറ്റുകൾ കാണാനുള്ളത്. കാരണം അതിനുള്ള ലീഗൽ അഡ്വൈസേഴ്സ്, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ അഡ്വൈസേഴ്സിനെയും ലീഡ് മാനേജേഴ്സിനെയും ഒന്നും ഇതുവരെ അവർക്ക് ഫിക്സ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നൊരു കാരണങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം ഫിനാൻഷ്യൽ ഇയർ 2020 സെക്കൻഡ് ക്വാർട്ടറിലായിരിക്കും വരാൻ സാധ്യതകൾ, അതിനുശേഷമായിരിക്കും വരാൻ സാധ്യതകൾ എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്ന അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി സെപ്റ്റംബർ മന്തിലെ വെഹിക്കിൾ രജിസ്ട്രേഷൻ ഡാറ്റ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓവറോൾ രജിസ്ട്രേഷനിൽ 11.4% വർധനവ് ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച്. എന്നിരുന്നാലും ഇയർ ഓൺ ഇയർ ഗ്രോത്ത് എടുത്തു കഴിഞ്ഞാൽ 10% ഡിക്ലൈൻ ഉണ്ടായതായിട്ടും പറയുന്നു. എൻട്രി ലെവൽ പാസഞ്ചർ വെഹിക്കിൾസിൽ നല്ലൊരു ഡിമാൻഡുകൾ വന്നതായിട്ടും ട്രാക്ടർ സെയിൽസിലും നല്ലൊരു പോസിറ്റീവ് റണ്ണുകൾ നടക്കുന്നതായിട്ടുമാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ സെഗ്മെൻറ്റ് വൈസ് എടുത്തു കഴിഞ്ഞാൽ 2 വീലറിൽ 3 വീലർ അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ, ഈ ഒരു വെഹിക്കിൾ സെഗ്മെൻറ്റിലെല്ലാം തന്നെ രജിസ്ട്രേഷനിൽ ഡിക്ലൈൻ ആണ് വന്നിട്ടുള്ളത്. എന്നിരുന്നാലും പാസഞ്ചർ വെഹിക്കിളിലും ട്രാക്ടർ വെഹിക്കിളിലും ഒരു നല്ലൊരു മൂവുകൾ ഏകദേശം 10%, ട്രാക്ടറുകളാണെങ്കിൽ 80%-ൻ്റെയും രജിസ്ട്രേഷനിൽ വർധനവുണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു ഇന്ന് പ്രധാനമായിട്ടും ഓട്ടോ സെക്ടറിനും അതേപോലെ തന്നെ ഓട്ടോ കമ്പനികൾക്കും ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ട് ഫ്യൂച്ചർ റീറ്റെയിലിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ആമസോണുമായിട്ടൊരു പാർട്ണർഷിപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. ആമസോൺ ഏകദേശം ഈ ഒരു കമ്പനിയിൽ സ്റ്റേക്ക് എടുക്കുന്ന രീതിയിൽ. അപ്പോൾ ഇപ്പോൾ റിലയൻസും ഈ ഒരു സ്റ്റേക്ക് അക്വിസിഷൻ വന്നതിനെ തുടർന്ന് ആമസോൺ ഒരു ലീഗൽ നോട്ടീസ് ഇവർക്കെതിരെ അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആമസോണും ഫ്യൂച്ചർ റീറ്റെയിലും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനൊക്കെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ റിലയൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതെന്ന രീതിയിൽ. അപ്പോൾ അത് ഫ്യൂച്ചർ ഗ്രൂപ്പിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ആമസോൺ നിലനിൽക്കുന്നത്. അതുമാത്രമല്ല ഇവർ സിംഗപ്പൂർ ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ സെൻറ്ററിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഡിസ്പ്യൂട്ടുകളൊക്കെ തീർക്കുന്നതിന് വേണ്ടിയിട്ട്. അതുമാത്രമല്ല ഫ്യൂച്ചർ കൂപ്പണിലേക്ക് ഇവരൊരു ലീഗൽ നോട്ടീസ് അയച്ചിട്ടുമുണ്ട് ആമസോൺ ഈ ഒരു റിലയൻസിൻ്റെ അക്വിസിഷൻ എതിർക്കുന്ന രീതിയിൽ. അപ്പോൾ ഇത് ഇന്ന് ഫ്യൂച്ചർ ഗ്രൂപ്പിന് ഒരു നെഗറ്റീവ് ന്യൂസ് ആയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ വിപ്രോയിനെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു ഷെയർ ബൈബാക്കിനെ സംബന്ധിച്ചുള്ള ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ഒക്ടോബർ 13 നടക്കുന്ന ബോർഡ് മീറ്റിംഗിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഡിസിഷൻസൊക്കെ എടുക്കും എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഒക്ടോബർ 13 ഇവരുടെ റിസൾട്ടുകൾ പബ്ലിഷ് ആവുകയും ചെയ്യുന്നത് സെക്കൻഡ് ക്വാർട്ടറിൻ്റെ. ഇനി അടുത്തായിട്ട് ഡീൽ വിൻസുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ABB പവറിന് ഏകദേശം 100 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഹിന്ദുസ്ഥാൻ പെട്രോളിയം രാജസ്ഥാൻ റിഫൈനറിയിൽ നിന്ന് വിൻ ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം ബ്ലൂ ആർക്കോണിനെ ഇവർ 100% സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ പോകുന്നു, 100% അക്വിസിഷൻ നടത്താൻ പോകുന്നു എന്നൊരു ന്യൂസ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം $125 മില്യൺ ട്രാൻസാക്ഷൻ വഴിയായിട്ടാണ് ഈ ഒരു അക്വിസിഷൻ നടക്കാൻ പോകുന്നത്. ഈ ഒരു അക്വിസിഷൻ്റെ പ്രോസസ്സ് എല്ലാം തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ തേർഡ് ക്വാർട്ടറോടുകൂടി കംപ്ലീറ്റ് ആകാൻ സാധിക്കും എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് Q2 റിസൾട്ട്സ് വന്ന കമ്പനികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ Nifty 50 TCS ആണ് ഈ ഒരു റിസൾട്ട്സ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അതിൽ തന്നെ ഇവർക്ക് നല്ലൊരു റിസൾട്ട്സ് ആയിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 7,475 കോടിയുടെ ഒരു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അതുമാത്രമല്ല ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ 4.7% വർധന ഉണ്ടായതായിട്ടും പറയുന്നു. പ്രധാനമായിട്ടും റീറ്റെയിൽ അതുപോലെ തന്നെ BFSI സെഗ്മെൻ്റ് ആണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കൊടുത്തതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവർ ഷെയർ ബൈബാക്കിൻ്റെ ഡീറ്റെയിൽസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 3,000 രൂപയാണ് പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പെർ ഷെയറിൽ 3,000 രൂപയാണ് ബൈബാക്ക് പ്രൈസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല 12 രൂപ പെർ ഷെയറിൽ
ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നല്ലൊരു റിസൾട്ട് ആയിരുന്നു. അതുമാത്രമല്ല ഇന്ന് നല്ലൊരു ഗെയിനും നിഫ്റ്റി 50-ൽ കൊടുത്ത സ്റ്റോക്കും ഇവരായിരുന്നു. ഇനി GM ബ്രൂവറീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 38% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 43% ഡിക്ലൈനും ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇവരുടെ ഒരു സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 7.58 ലക്ഷം ബോക്സസിൻ്റെ ഒരു ഡിക്ലൈൻ, അതായത് ആ ഒരു സെയിൽസിലെ ഡിക്ലൈൻ വന്നതായിട്ടും ഇവർ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. ഇനി ബന്ധൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വാർട്ടറിൽ സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ബിസിനസ് അപ്ഡേറ്റുകൾ വരുമ്പോൾ 20% ഗ്രോത്ത് ആണ് ഓവറോൾ അഡ്വാൻസസിൽ അവർ റിപ്പോർട്ട് ചെയ്തത്. അതുമാത്രമല്ല ഡെപ്പോസിറ്റുകളിലേക്ക് വരുമ്പോൾ 34% വർധനം ഉണ്ടായതായിട്ടും പറയുന്നു. അപ്പോൾ നല്ലൊരു ന്യൂസായിരുന്നു. അപ്പോൾ HDFC ബാങ്കുകളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ലോണം മത്സരിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ട് നല്ലൊരു ഗ്രോത്താണ് ഇവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി RBLയിലേക്ക് വരുമ്പോൾ ഡെപ്പോസിറ്റിൽ 3% വർധനം അവർ കാണിച്ചു വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അഡ്വാൻസസ് എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ 3% ഡിക്ലൈനും ഉണ്ടായതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ടൈറ്റാനിനെ സംബന്ധിച്ചിടത്തോളം ഇവർ മോണ്ട് ബ്ലാങ്കുമായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടായിരുന്നു. ഇതിൽ ടൈറ്റാൻ ഏകദേശം 49% സ്റ്റേക്കായിരുന്നു ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ജോയിൻറ്റ് വെഞ്ചർ ഇവർ ഇപ്പം നിർത്താൻ പോകുന്നു എന്ന രീതിയിലൊരു അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഇവരുടെ ഒരു കോർ ബിസിനസ്സുകൾ, പ്രൈമറി ബിസിനസ്സുകളിലേക്കൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്താനായിട്ട് ഈ ഒരു ജോയിൻറ്റ് വെഞ്ചർ ഇവർ എൻഡ് ചെയ്യാൻ പോവുകയാണെന്ന രീതിയിൽ ടൈറ്റാൻ ഒരു അപ്ഡേറ്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് മജസ്കോയിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഷെയർ ബൈബാക്കിനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 845 രൂപ പെർ ഷെയറിലാണ് ഇവരൊരു ബൈബാക്ക് പ്രൈസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇത് എക്കണോമിക് ടൈംസിൽ വന്നൊരു വാർത്തയാണ്. അതായത് വരുന്ന ആഴ്ചകളിൽ ഈ ഒരു ഡൊമസ്റ്റിക് എയർലൈൻ്റെ കപ്പാസിറ്റി അവർ 75% ഉയർത്തും, പാസഞ്ചർ കപ്പാസിറ്റി 75% ഉയർത്തും എന്ന രീതിയിൽ ഒരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സാധ്യതകളുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് 75% ഉയർത്താൻ. അപ്പോൾ ഇത് 75% ഉയർത്തി എന്നൊരു കൺഫേംഡ് ന്യൂസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഏവിയേഷൻ സ്റ്റോക്കുകൾ, പ്രധാനമായിട്ടും ഇൻഡിഗോ അതുപോലെ തന്നെ സ്പൈസ് ജെറ്റിനൊക്കെ ഇതൊരു പോസിറ്റീവ് ന്യൂസായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി ITCനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു സബ്സ്ക്രിപ്ഷൻ ഓപ്പർച്യൂണിറ്റി, അതായത് ഒരു വീക്ക്ലി അതേപോലെ തന്നെ മന്ത്ലി സബ്സ്ക്രിപ്ഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഫെസിലിറ്റി ഇവർ ഈ സ്റ്റോറുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ഡയറി പ്രൊഡക്റ്റ് അതുപോലെ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾക്കൊക്കെ ഒരു വീക്ക്ലി അതുപോലെ തന്നെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ, ഇപ്പോൾ ബിഗ് ബാസ്ക്കറ്റിലും അതുപോലെ തന്നെ ജിയോ മാർട്ടിലൊക്കെ നടക്കുന്നത് പോലത്തെ ഒരു മന്ത്ലി വീക്ക്ലി സബ്സ്ക്രിപ്ഷൻസ് കൊടുക്കാൻ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നൊരു അനൗൺസ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു ബിസിനസ്സുകളിൽ എങ്ങനെ ഇമ്പാക്റ്റുകൾ ചെയ്യും എന്ന രീതിയിലൊന്നും നമുക്ക് കാണേണ്ടി തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കുറച്ച് വാർത്തകൾ എടുത്തു കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ റെയിൽവേ മിനിസ്ട്രി ഇപ്പം പ്രൈവറ്റ് ട്രെയിനുകൾ റൺ ചെയ്യുന്നതിനുള്ളൊരു ബിഡുകളൊക്കെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ക്യൂബ് ഹൈവേസ്, അതുപോലെ തന്നെ GMR ഹൈവേസ്, IRCTC, L&T ഇവരൊക്കെയാണ് മേജറായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത മേജർ കമ്പനികൾ. അപ്പോൾ ഇതിൽ നിന്നും ഇവർക്ക് ഈ ഒരു ബിഡുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു കമ്പനികൾക്കൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു ബിഡുകളെ സംബന്ധിച്ചിടത്തോളം വാർത്തകളൊക്കെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. പ്രത്യേകിച്ചും ക്യൂബ് ഹൈവേസ്, GMR ഹൈവേസ്, IRCTC, L&T ഈ ഒരു കമ്പനികളും ഇവരുടെ ഈ ഒരു ന്യൂസിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകളും ഒന്ന് വാച്ച് ചെയ്യുക. ഇനി അതുമാത്രമല്ല ജെറ്റ് എയർവേസിനെ സംബന്ധിച്ചിടത്തോളം UK ബേസ്ഡ് ആയിട്ടുള്ള, ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയും UAE എന്നുള്ളൊരു പാർട്ണർഷിപ്പോട് കൂടി അവരാണ് പുതിയതായിട്ട് ഇതിന് മാനേജ്മെൻറ്റായിട്ട് വന്നതായിട്ട് അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഈ നിഫ്റ്റിയുടെ ലെവലുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അതുമാത്രമല്ല നാളെ രാവിലെ SGX നിഫ്റ്റിയുടെ ട്രെൻഡും ഒന്ന് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സ്റ്റോക്കുകൾ, ഇപ്പോൾ ഡെയിലി ട്രേഡിങ്ങിലുള്ളതാണെങ്കിലും അതുപോലെ തന്നെ ഒരു ഷോർട്ട് ടൈമിലേക്ക് പറഞ്ഞ സ്റ്റോക്കുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു അനാലിസിസ് നടന്നതിന് ശേഷമുള്ള എൻട്രികൾ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.